ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീല. അതിൽ ആയത്താണ് വിശദീകരിച്ചത്. അതിൽ വിവാഹം കഴിച്ചു, പക്ഷേ ബന്ധപ്പെടുന്നതിന് മുമ്പ്, വീട് കൂടുന്നതിന് മുമ്പ് തലാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ട. വിവാഹമോചിതയായ അത്തരം സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്നുള്ള. ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ, നിങ്ങൾ എണ്ണി കണക്കാക്കേണ്ട ഇദ്ദ അവരുടെ മേൽ ബാധ്യതയായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ കണക്കാക്കുന്നത്, നിങ്ങൾ എണ്ണേണ്ടത് എന്തുകൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരാണല്ലോ എണ്ണേണ്ടത്, അവരല്ലേ ഇരിക്കുന്നത്. എണ്ണേണ്ട ബാധ്യത, നോക്കേണ്ട ബാധ്യത ആയിരിക്കാണ് പുരുഷനാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇദ്ദയുടെ ഇനങ്ങൾ പറഞ്ഞ് ഏതൊക്കെ തരത്തിൽ ഇദ്ദ ഉണ്ട് എന്നുള്ളത് അതെങ്ങനെയെന്ന് പറഞ്ഞ്, പിന്നെ ഈ 3 തലാഖ് ഒന്നിച്ച് നിർവഹിക്കുന്നത് പിന്നെ ശരിക്കും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൻ്റെ തുടക്ക വർഷങ്ങളിലൊന്നും ഇല്ലാത്തൊരു രീതിയാണത്. അതൊരു പിന്നെ ദീനിലില്ലാത്തൊരു വിഷയം. ആളുകൾ എന്ത് ചെയ്തു, അങ്ങനെ 3 തലാഖ് ഒന്നിച്ച് ചെല്ലുന്ന വിഷയം വന്നപ്പോൾ, അതിൽ അമാന്തിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അത് 3ആയിട്ട് പരിഗണിച്ചു. അതൊരു തഅസീർ, ശിക്ഷ എന്നോണം, ആളുകൾക്കൊരു പാഠം എന്നോണാണ് ഉമർ റളിയല്ലാഹു തആല ചെയ്തത്. പിന്നീട് അലി റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അത് പിന്മാറ്റിയിട്ടുണ്ട് അഹ്ലു സുന്നയാണ്. വളരെ പിൽക്കാലത്താണ് അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് വഴിമാറിയത്. അതിൻ്റെ കാരണങ്ങൾ ചരിത്രത്തിൽ പിന്നെ ഈ ഒരു വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈ സഫവികളുടെ ഭരണമാണല്ലോ അവിടെ വന്നത്. സഫവികളാണ് പിന്നെ ഷിയാലോകമായിട്ട് മാറിയത്. ഉബൈദുള്ള അസഫി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചേർത്താണ് സഫവികൾ വരുന്നത്. ഏതായാലും പിന്നെ അയാളുടെ പേരമക്കളിൽ ഒരാൾ ഈ ഒരു കേസ് വന്നു. അയാൾ ഒന്നുകിൽ 3 തലാഖ് ചെല്ലുന്ന അവസ്ഥ വന്നു, അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ 3 തലാഖിൻ്റെ കേസ് വന്നു. എന്തായാലും അതിൽ പിന്നെ ഫുഖഹാക്കളോട് ചോദിച്ചപ്പോൾ ഫുഖഹാക്കൾ ഒക്കെ പറഞ്ഞത് പിന്നെ ഇതാണ്, 3ഉം ആയി എന്നുള്ളതാണ്. പക്ഷേ പിന്നെ അപ്പം അവിടെ അതിനെ മുതലെടുത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി ഉണ്ടായിരുന്നു, പിന്നെ ഇബ്നു താഹിർ. അപ്പോൾ അയാൾ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇത് 3ആയിട്ടല്ല പരിഗണിച്ചത്, 1ആയിട്ടാണെന്നുള്ളതിന് തെളിവ് നിരത്തി. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു, ഉമറിൻ്റെ കാലത്തായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് രേഖകൾ പിന്നെ ഹാജരാക്കി. അയാളൊരു പിന്നെ ശരിക്കും ഒരു കുബുദ്ധിയായിരുന്നു. അത് ശരിക്കും ഫലിച്ചു. അതോടുകൂടിയാണ് ഈ ഭരണാധികാരി തന്നെ എന്ത് ചെയ്യണത്, പിന്നെ മാറുന്നത്. അയാൾ സുന്നിയായിരുന്നു, പക്ഷേ പിന്നെ ഷിയ പിന്നെ അവസ്ഥയിലേക്ക് അയാൾ മാറണത്, പിന്നെ ഭരണവും ആളുകളെയൊക്കെ മാറ്റുന്നതൊക്കെ അതിൽ തുടങ്ങിയിട്ടാണ് എന്നുള്ളത് ചരിത്രം. ഏതായാലും പിന്നെ നമ്മൾ അതിൻ്റെ മസാല കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. 3ഉം ചൊല്ലിയിട്ടെങ്കിൽ അത് 3ഉം സംഭവിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയം. 3 ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 3ഉം സംഭവിക്കൂല, 1 സംഭവിക്കൂ എന്നുള്ള ഇതാണ് ഇത് ശരി. എന്തായാലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടർച്ചയിൽ പറയുന്നതാണ് നമ്മുടെ വിഷയങ്ങൾ. കുറേ മസാലകളാണ് ഇതിൽ പോകാം. ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫമത്തിഊഹുന്ന, എന്താ, അവർക്ക് നിങ്ങൾ മത്താഴ് നൽകണം. ആർക്കും ഈ മത്താഴ് നൽകണം എന്ന് പറയുന്നത് പറയും? ഏത് സ്ത്രീകൾക്ക്? ഹുന്ന, അവർക്ക് മത്താഴ് നൽകണം. ആരാ ഈ ഹുന്ന? ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളല്ലേ. ഏത് സ്ത്രീകൾ? ഒഴിവാക്കപ്പെട്ട സ്ത്രീകൾ. അങ്ങനെ അതാണ്. നിക്കാഹ് കഴിഞ്ഞു എന്നിട്ട് അവരുമായി അറയിൽ കൂടുന്നതിന് മുമ്പ് മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ,
അവരെ ശാരീരികമായി സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലി ആ സ്ത്രീകൾക്ക് മത്താവ് നൽകണം എന്നാണ്. ഇപ്പം മത്തി ഊഹുന്ന മാത്രമല്ല വസർരിഹൂഹുന്ന സറാഹൻ ജമീല. വസർരിഹൂഹുന്ന എന്നാണ് വസർരിഹൂഹുന്ന അവരെ നിങ്ങൾ അലൈക്കും സ്ലാം യാത്രയാക്കണം എന്നാണ്, പറഞ്ഞയക്കണം എന്നാണ്, അവർ വീട്ടിലേക്ക് ആക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ സറഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങൾക്കൊക്കെ മേഞ്ഞ് തിന്നാൻ ഏറ്റവും ഇതല്ലോ ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ചെടികൾക്കാണ് പറയുക ശരിക്ക് സറഹ്. മരുഭൂമിയിലുള്ള ഒരു തരം ചെടികളാണ്, അതിലേക്കാണ് ഒട്ടകങ്ങൾ പായുക അത് തിന്നാൻ. കാരണം അത്രയും അവർക്ക് കൗതുകമാണ്. അതിലേക്ക് കയറയച്ചു വിടീനാണ് ശരിക്ക് സറാഹ പ്രയോഗിക്കുക. ഈ ഒട്ടകങ്ങളൊക്കെ പിന്നെ അതിലേക്ക് കയറയച്ചു വിടുക എന്ന് പറഞ്ഞാൽ കൂട്ടുന്നു വിടുക. കാരണം ഒട്ടകങ്ങൾ അതിലേക്ക് പായും. അതാണ് അതിൻ്റെ അടിസ്ഥാന ഭാഷാപ്രയോഗം. വളരെ താല്പര്യത്തിൽ എന്ത് ചെയ്യും ഈ ഒട്ടകങ്ങൾ പോകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമോചനം നടത്തിയ സ്ത്രീകളെ പറഞ്ഞേക്കാൻ പറഞ്ഞു കൊടുത്തൊക്കെ എങ്ങനെ പറഞ്ഞ് സർരിഹൂന. ഇതിനു മുമ്പ് നമുക്കിത് വന്ന് എവിടെ നിന്ന് താലൈന ഉമത്തിഉകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് പറയാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ദുനിയാവും അതിലെ മത്താവുകളാണ് വേണ്ടത് എങ്കിൽ ഫതാലൈന നിങ്ങൾ വരൂ, ഉമത്തിഉകുന്ന ഞാൻ നിങ്ങൾക്ക് മത്താവ് തരാം, വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല എന്നാണ്. വ ഉസർരിഹുകുന്ന ഞാൻ നിങ്ങളെന്ത് ചെയ്യാം പിന്നെ പറഞ്ഞേക്കാം സറാഹൻ ജമീല. അതാണ് ഇവിടെയും പ്രയോഗിച്ചത്, സറാഹൻ ജമീല. അതിൽ പിന്നെ അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഉസർരിഹുകുന്ന സറാഹൻ ജമീല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തലാഖിൻ്റെ വിഷയത്തിൽ വിവാഹമോചിതയായ സ്ത്രീയെ യാത്രയാക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സറാഹൻ ജമീല. ഈ സറാഹൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പിന്നെ അത് അവർക്കൊരു പിന്നെ പ്രയാസമില്ലാത്ത രീതിയിൽ അവർക്ക് പോകുന്നതിലൊരു പ്രയാസമില്ലാത്ത രീതിയിലുള്ള യാത്രയാക്കലാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജമീലൻ എന്ന് പറഞ്ഞത് ഭംഗിയായ രീതിയിൽ നല്ല നിലക്കുള്ള ഭംഗിയാർന്ന നിലക്ക് യാത്രയാക്കലാണ് പറഞ്ഞത്. അതിൽ ജമീലാകണമെന്നുണ്ടെങ്കിൽ മുആതബത്ത് ഇല്ലാതെ ബിലാ മുആതബത്തിൻ മുആതബത്തില്ലാതെ കുറ്റപ്പെടുത്തലും ആക്ഷേപമില്ലാതെ വല മുശാത്തമത്തിൻ മുശാത്തമ ചീത്ത പറയാതെ ശത്രു നടത്താതെ അതേപോലെ തന്നെ പിന്നെ മുഖാസമത്ത് തർക്കവിതർക്കം ഉണ്ടല്ലോ അതൊന്നുമില്ലാതെ മുആതബത്തില്ലാതെ കുറ്റപ്പെടുത്താതെ മുശാത്തമത്ത് ചീത്ത പറയാതെ അതേപോലെ മുഖാസമ തർക്കിക്കാതെ അവരോട് കുതർക്കം നടത്താതെ പറഞ്ഞയക്കണമെന്നാണ് പറയാം. ഖലാഖിൻ്റെ വിഷയത്തിൽ നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ സർരിഹൂഹുന്ന ഇവിടെ പറഞ്ഞു. അതേപോലെ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചു ആയത് ഉസർരിഹുകുന്ന. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. തസ്രീഹുൻ ഉണ്ടാ ഇതേ പ്രയോഗം തസ്രീഹ്. വളരെ മാന്യമായിട്ട് യാത്രയാക്കുന്ന വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ ഈ തലാഖുമായി ബന്ധപ്പെട്ട്. അതാണ് സറാഹൻ ജമീല. പിന്നെ ഈ ഇവരോട് ഗുൽമില്ലാതെ അവർക്ക് നേരെ ഒരു മദ്ലമത്തില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങളെ പിടിച്ചു വെക്കാതെ പറഞ്ഞയക്കണം എന്നുള്ളതാണ്. അതാണ് സറാഹൻ ജമീല. ഇത് നമുക്ക് വന്നു പോയതാണ്, പഠിത്തന്നെ വന്നു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നമ്മൾ പിന്നെ പഠിച്ചതാണത്. അപ്പോൾ തലാഖ് ചെയ്ത് പിന്നെ യാത്രയാക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും സുന്ദരമായ ഒരു വിഷയമാണ് ഇസ്ലാമിൽ തലാഖ്. തലാഖ് ചെല്ലാൻ തന്നെ നമ്മൾ പറഞ്ഞ് പിന്നെ ദമ്പതികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം പരിഹരിക്കാൻ പല മാർഗങ്ങളുണ്ട്. പിന്നെ അവരെ ഉപദേശിക്കണം, പിന്നെ അവരോട് പിന്നെ കിടപ്പറയിൽ മാറിക്കിടക്കണം എന്നുള്ള അങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞേ. പിന്നെ ഇരുപക്ഷത്തുനിന്ന് ആളുകൾ പോയിട്ടും സുൽഹിന് വേണ്ടി ശ്രമിക്കേണ്ടതൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തലാഖ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇവളുമായി ബന്ധപ്പെടാത്ത ഒരു ശുദ്ധികാലത്തെ കാത്തിരിക്കണം. എന്നിട്ട് ആ ശുദ്ധികാലത്തിൽ അവിടെയാണ് എന്ത് ഒരു തലാഖ്. എന്നിട്ട് പിന്നെ അവൾ ജരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്ത്. എന്നിട്ട് ആ യുദ്ധകാലത്ത് മടക്കിയെടുക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നിക്കാഹിൻ്റെ ആവശ്യമില്ല, അവളെ പോയിട്ട്
സ്വയം ഒറ്റം പോയിട്ട് ഓളെ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ഓളെടുത്ത് പോയി കിടന്നാൽ മതി. തലാഖിൻ്റെ ആവശ്യമില്ല. ഇനി യുദ്ധകാലം കഴിഞ്ഞിട്ടാണ് അവളെ മടക്കിയെടുക്കണമെങ്കിൽ ഒരു നിക്കാഹിലൂടെ മടക്കിയെടുക്കാം എന്നുള്ള അവസരം. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഇനി തലാഖ് നിർവഹിക്കുകയാണെങ്കിൽ തന്നെ ആ തലാഖ് നിർവഹണം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം പറഞ്ഞ് ഈ രീതിയിൽ അവർ യാത്രയാക്കണം എന്നുള്ളത് പറഞ്ഞ് യാത്രയാക്കണതിന് മുമ്പ് മത്തിഊഹുന്ന മത്താഴ് നൽകണമെന്ന് പറഞ്ഞ് വളരെ സുന്ദരമായിട്ടുള്ളൊരു വിഷയമാണ് ഇസ്ലാമിൽ തലാഖിൻ്റെ വിഷയം. പക്ഷേ ഈ വിഷയത്തിലാണ് ഇന്ന് ഏറ്റവും ഇസ്ലാം എന്ത് ചെയ്യണത്, പിന്നെ ആരോപണ വിധേയമാക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം മുസ്ലിമീങ്ങൾ ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണില്ല, അവർ പ്രയോഗവൽക്കരിക്കുന്നുണ്ട്. ശരിയാണ്, പ്രശ്നം ഇവിടെ അല്ല, പ്രശ്നം ആളുകൾ എന്ത് ചെയ്യണത്, ആളുകളുടെ ചെയ്തികളിലാണ്. ദീന് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ദീനിയായിട്ട് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ള വിഷയം പഠിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു, തൽപര കക്ഷികൾ ഇസ്ലാമിൻ്റെ പേരിൽ എഴുതി വെക്കുന്നു എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഏതൊരു ദീനാണ്, ലോകത്ത് എത്ര മതങ്ങളുണ്ട്, എത്ര ഈസങ്ങളുണ്ട്, ഈ മതങ്ങളിൽ ഇങ്ങനെ ഒരു വിഷയം, ഇതൊരു സാമൂഹികമായിട്ടുള്ള ഒരു അനിവാര്യതയുടെ വിഷയമാണ്. സാമൂഹികമായിട്ട് അനിവാര്യമായിട്ടുള്ളൊരു വിഷയമാണ് ഈ തലാഖിൻ്റെ വിഷയം. അതൊരു വലിയ അനുഗ്രഹമാണ് അതിൻ്റെ സന്ദർഭങ്ങളിൽ. പക്ഷേ ഇങ്ങനെയുള്ള നിദർശനങ്ങൾ, അധ്യാപനങ്ങൾ ഏത് മതത്തിലുള്ളത്, ഒരു മതത്തിലുമില്ല. ഇവിടെ ഈ ഫമത്തിഊഹുന്ന എന്ന് പറഞ്ഞു, നിങ്ങൾ അവർക്ക് മത്തായ നൽകണം എന്ന് പറഞ്ഞു. ആർക്കാണ് ഈ മത്തായ നൽകേണ്ടത്? മത്തായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാഖ് ചെല്ലപ്പെട്ട സ്ത്രീ അവരെ യാത്രയാക്കുമ്പോൾ പുരുഷൻ നൽകേണ്ട, തലാഖ് ചെല്ലിയ ആൾ നൽകേണ്ട സ്വത്താണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, മാലുൻ യജിബു അലൽ റജുലി, മാലുൻ അലൽ യജിബു അലൽ റജുൽ എന്നാണ്. ഒരു പുരുഷൻ്റെ മേൽ ബാധ്യതയായ മാൽ, സ്വത്താണ് മുത്താത്തുൽ തലാഖ് എന്ന് പറയും. മുത്താത്തുൽ തലാഖ്, മത്താഉ തലാഖിനെ തുടർന്നുള്ള മത്താ, അത് നിർബന്ധം എന്നാണ്. ഇപ്പോൾ കൊണ്ട് ഖതീബ് ഷിർബീനി ഞാൻ പറഞ്ഞ മുഗ്നിയൽ മുഹ്താജിൽ പറഞ്ഞ താരീഫിൽ പെട്ടതാണത്. മാലു യജിബു അല റജുലി, പുരുഷൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള സ്വത്താണ്. ആർക്ക്? അൽ മർഅത്തിൽ മുതല്ലഖത്തി ഫിൽ ഹയാത്തി ബി തലാഖിൻ ഔ നഹ്വിയ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. ജീവിതകാലത്ത് തലാഖിന് വിധേയമാക്കപ്പെട്ട സ്ത്രീക്ക് നൽകേണ്ട നിർബന്ധ സ്വത്ത്, അതാണ് മത്താ. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്തിഊഹുന്ന, നിങ്ങൾ അവർക്ക് മത്താഴ് നൽകണം. അവർക്ക് മത്താഴ് നൽകണം എന്നുണ്ടെങ്കിൽ ഇയാൾ അവളെ നിക്കാഹ് ചെയ്തിട്ടേ ഉള്ളൂ, വീട് കൂടിയിട്ടില്ല. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ മത്താഴ് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇതിവിടെ മാത്രമല്ല, സൂറത്തുൽ ബഖറയിൽ ഇതേ കേസ് പറയുന്നുണ്ട്. ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമുൻ നിസാ മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിദൂ ലഹുന്ന ഫരീദ വമത്തിഊഹുന്ന, സ്ത്രീകളെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാഖിടുന്നു. ഔ തഫ്രിദൂ ലഹുന്ന ഫരീദ, അത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലോ. ഈ തഫ്രിദൂ ലഹുന്ന ഫരീദ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ പിന്നെ മഹർ നിശ്ചയിച്ചിട്ടില്ല, നിക്കാഹ് നടന്നു, അങ്ങനെ നിക്കാഹ് നടക്കും. മഹർ എന്തല്ല ഷർത്തല്ല, പക്ഷേ മഹർ നൽകുന്ന നിർബന്ധമാണ്. മഹർ പറയാതെ തന്നെ നിക്കാഹ് ശരിയാകും. അതിനാണ് നിക്കാഹു തഫ്വീദ് എന്ന് പറയാം, നിക്കാഹു തഫ്വീദ്. പക്ഷെ മഹർ പിന്നീട് കൊടുക്കണം. അപ്പം ഒരു സ്ത്രീക്ക് മഹർ പറയാതെ നിക്കാഹ് നടന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെടുന്നതിന് മുമ്പ് തലാഖ് ചെല്ലുന്നത് എങ്കിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫനിസ്ഫു മാ ഫറത്തും, എന്താ, പകുതി മഹർ കൊടുക്കണം. മഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മഹർ കൊടുക്കണം. എപ്പോൾ? ബന്ധപ്പെടുന്നതിന് മുമ്പ് തലാഖായ. ഒരു സ്ത്രീയുമായി നിക്കാഹ് നടന്നു, അവളുമായിട്ട് അറയിൽ കൂടി നിക്കാഹ് അവർക്ക് മഹർ മുഴുവൻ കൊടുക്കണം. പക്ഷേ നിക്കാഹ് നടന്നു, അറയിൽ കൂടിയിട്ടില്ല, അതിന് മുമ്പ് തലാഖായിട്ടുണ്ടെങ്കിൽ മഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി കൊടുക്കണം. മഹർ പറയാതെയാണ് ഈ നിക്കാഹ് തഫ്വീദാണ് നടന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞെന്താ, മത്താഴ് കൊടുക്കണം എന്നാണ്. അവിടെ മത്താഴ് നിർബന്ധമാണെന്നാണ്. ഹനഫി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും അത്തരം കേസുകളിൽ മത്താഴ് നിർബന്ധമാണ്. കാരണം എന്താ, മഹർ പറഞ്ഞിട്ടുള്ളതിന് മുമ്പാണ് എന്ത് ചെയ്തത്, ഈ വിവാഹമോചനം നടന്നത്. അതിനാൽ മത്താഴ് നിർബന്ധം എന്നാണ്. ഇനി മഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മഹർ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമത്തിഊഹുന്ന,
മത്തായി നൽകണം എന്നാണ്. ഇവിടെ മഹറിൻ്റെ വിഷയം പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ബഖറയിൽ എന്ത് ചെയ്തു? മഹറിൻ്റെ വിഷയം പറഞ്ഞു. ഇവിടെ മഹറിൻ്റെ വിഷയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫമത്തിഊഹുന്ന, നിങ്ങൾ അവർക്ക് മത്തായി നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനാൽ ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത് മഹർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയുമായി അഖദ് നടന്നു, വിവാഹ ഉടമ്പടി നടന്നു, അവരെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തലാക്ക് ചൊല്ലിയിട്ട് അവരെ മാന്യമായിട്ട് പറഞ്ഞയക്കണം, അവർക്ക് മത്താവ് നൽകണം. അത് നിർബന്ധമാണ്. മത്താവ് നൽകൽ നിർബന്ധമാണ്. മഹർ പകുതി അർഹിക്കുന്നത് പോലെ തന്നെ എന്തും അർഹിക്കുന്നുണ്ട് അവർ? മത്താവ് അർഹിക്കുന്നുണ്ട്. അപ്പോൾ പകുതി മഹറും കൊടുക്കണം, പിന്നെ മത്താവും കൊടുക്കണം എന്നുള്ളതാണ്. മത്താവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വളരെയധികം നിഷ്കർഷിച്ചൊരു വിഷയമാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ 2 സ്ഥലത്ത് ഹക്കൻ അലൽ മുഹ്സിനീൻ, ഹക്കൻ അലൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. മുത്തഖീങ്ങളുടെ മേൽ ഹക്കാണ്, മുഹ്സിനീങ്ങളുടെ മേൽ ഹക്കാണ്. മത്താവിനെ കുറിച്ചാണ് പറയുന്നത്. മത്തിഊഹുന്ന, നിങ്ങൾ അവർക്ക് മത്താവ് നൽകണം. അലൽ പിന്നെ അലൽ മൂസിയെ ഖദറുഹു, സാമ്പത്തികമായി നല്ല ഉള്ളവൻ അവൻ്റെ അവസ്ഥക്കനുസരിച്ച് കൊടുക്കണം. വാലൽ മുഖ്തിരി ഖദറുഹു, ഇനി സാമ്പത്തികമായിട്ട് പരിമിതി ഉള്ളവനാണെങ്കിൽ അതിൻ്റെ ആ പരിമിതിക്ക് അനുസരിച്ച് കൊടുക്കണം. എന്തായാലും മത്താവ് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഈ മത്താവ് നൽകൽ നിർബന്ധം എന്നാണ് പല ഫുഖഹാക്കളും അതിനെ തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഈ നമ്മൾ പഠിച്ച ആയത്തിൽ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, നിക്കാഹ് നടത്തി എന്നിട്ട് അറയിൽ കൂടുന്നതിന് മുമ്പ്, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, ശാരീരികമായി പ്രാപിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പിന്നെന്ത് ചെയ്യണം? അവർക്ക് ഫമത്തിഊഹുന്ന, നിങ്ങൾ അവർക്ക് മത്തായ നൽകണം. എന്നിട്ട് വസർരിഹൂഹുന്ന, നിങ്ങൾ അവരെ യാത്രയാക്കണം സറാഹൻ ജമീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്ത്രീ ആവശ്യപ്പെടുമ്പോൾ ഭർത്താവ് നൽകുന്ന തലാക്കിന് ഖുൽ എന്നാ പറയാം. ഖുൽ സംഭവിക്കൽ എപ്പോഴാണ്? സ്ത്രീ തനിക്ക് തന്നത് തിരിച്ചു നൽകിയിട്ട്. ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ തലാക്ക് ചെല്ലണില്ല, സ്ത്രീക്ക് തലാക്ക് വേണം. അപ്പോൾ സ്ത്രീ ആവശ്യപ്പെടുകയാണ് ഭർത്താവിനോട്, എനിക്കെൻ്റെ തലാക്ക് വേണം. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യണം? മഹർ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവ് എന്താണ് ചോദിക്കണത് തിരിച്ചു കൊടുക്കണം, എന്നിട്ട് തലാക്ക് വാങ്ങുക. പക്ഷേ ഒരു സ്ത്രീ തൻ്റെ തലാക്ക് ആവശ്യപ്പെടുന്നത് ഭർത്താവിൽ നിന്നൊരു അന്യായം നേരിട്ടിട്ടാണ്. ഭർത്താവ് അവിടെ തെറ്റുകാരനാണ് എങ്കിൽ അവിടെ സ്ത്രീ എന്ത് ചെയ്യേണ്ടതില്ല? മഹർ കൊടുക്കേണ്ടതില്ല, തിരിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം അത് അവരുടെ പിന്നെ ആവശ്യമല്ല, അവർ നിർബന്ധിതയാണ്. കാരണം ഭർത്താവിൻ്റെ അന്യായത്താലാണ് എന്ത് ചെയ്യുന്നത്? തലാക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? മഹർ കൊടുക്കാതെ തലാക്ക് ആവശ്യപ്പെടാം. ഭർത്താവ് തലാക്ക് ചെല്ലണില്ല എങ്കിൽ വിവാഹബന്ധം ഫസ്ഖാക്കാം. ഫസ്ഖ് മൂന്നാമതൊരു പിന്നെ മഹല്ലലോ അല്ലെങ്കിൽ ഖാദിയോ അല്ലെങ്കിൽ കോടതിയോ എന്ത് ചെയ്യുക? ഇടപെട്ടിട്ട് തലാക്ക് ഫസ്ഖ് പ്രഖ്യാപിക്കുക, അങ്ങനെ വേർപ്പെടുത്തുക. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യേണ്ടതില്ല? മഹർ കൊടുക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ ജീവനാംശം എന്നൊക്കെ അതിന് പേരിടുന്നത് മതപരമല്ല. ഭർത്താവ് കൊടുക്കണം എന്നുള്ളതാണ്. അത് എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അത് ബിൽ മഅറൂഫ് എന്നാണ്. മഅറൂഫ് നടത്തണമെങ്കിൽ ഓരോ നാട്ടിലും ഉണ്ടല്ലോ ഓരോ പിന്നെ പതിവുകളുണ്ടാകും, അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവരുടേതായ പിന്നെ അവസ്ഥകളുണ്ടാകും. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആളുകൾ സാമ്പത്തികമായി അവരുടെ കഴിവിനനുസരിച്ച് കൊടുക്കണം. പരിമിതിയുള്ള ആളുകൾ അല്ലാഹു പറഞ്ഞില്ലേ, അലൽ മൂസി ഖദറുഹു അലൽ മുഖ്തിരി ഖദറുഹു, അതാണ് പറഞ്ഞത്. അത് പിന്നെ ഒരു പിന്നെ ജീവനാംശമായിട്ട് എന്നേക്കുമാരെ എഴുതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അത് മതപരമല്ല. പക്ഷേ മാന്യമായ രീതിയിൽ നൽകണം എന്നുള്ളതാണ് അതിൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉമൈമ ബിന്ത് ഷറാഹിലിനെ, അല്ലെങ്കിൽ അസ്മ ബിന്ത് നുമാൻ അല്ലെങ്കിൽ ഉമൈമ ബിന്ത് പിന്നെ നുമാൻ, രണ്ടായാലും പേര്, അവർ റസൂലുള്ള കല്യാണം കഴിച്ചു. ഈ ഉമൈമയെ കല്യാണം തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈമ ബിന്ത നുമാൻ അല്ലെങ്കിൽ ബിന്ത ഷറാഹിൽ, അങ്ങനെ ബുഖാരിൻ്റെ പ്രയോഗം. ഇവരെ റസൂലുള്ള കല്യാണം കഴിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്ത ബനു സായിദക്കാരുടെ ഒരു പിന്നെ തോട്ടമുണ്ട് മദീനയിൽ. ആ തോട്ടത്തിൽ വെച്ചാണ് അവരുമായി അറയിൽ കൂടാൻ തീരുമാനിച്ചത്. അങ്ങനെ ചെന്ന് റസൂൽ അവർക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അവർ പിന്നെ എന്ത് ചെയ്തു? അഊദു ബില്ലാഹി മിൻക അങ്ങനെ പ്രയോഗിച്ച് എന്ത് ചെയ്ത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? പിന്നെ അവർക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ള 2 വിലപിടിപ്പുള്ള വസ്ത്രം
റാസഖിയത്തെ ഇന്ന് വിലപിടിപ്പ് ഇല്ല 2 വസ്ത്രങ്ങൾ പൂർണ്ണ ജോഡി വസ്ത്രങ്ങളാണ് മത്താവ് നൽകിയത്. എന്നിട്ട് അവരെ പിന്നെ അവരുടെ കുടുംബത്തിലേക്ക് ബനു കൽബിലേക്ക് തന്നെ അയക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിനോട് ഈ പെണ്ണിനോട് പറയാണ്, നിങ്ങൾ ആരോടാ പറഞ്ഞതെന്ന് അറിയാതെ അള്ളാഹിൻ്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഞാൻ വലിയ ഭാഗ്യദോഷിയായിപ്പോയി എന്ന രീതിയിൽ അവർ പറഞ്ഞു എന്നാണ്. ഇതിനാണ് ഇപ്പോൾ ഈ അടുത്ത് ഈ പിന്നെ ഇവരുണ്ടല്ലോ, റസൂൽ ഏതോ ഒരു പെണ്ണിനെ ഒരു തോട്ടത്തിൽ പോയിട്ട് പിടിക്കാൻ പോയി, ഏതോ പെണ്ണിനെ ഏതോ തോട്ടത്തിൽ. ഇമാം ബുഖാരിൻ്റെ നിവേദനത്തിൽ തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമൈമയെ റസൂലുള്ള കല്യാണം കഴിച്ചു ഇതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, റസൂലുള്ള പോണത്. അല്ലാഹുൽ മുസ്തആൻ. തയ്യ അതിന് ചില ഫുഖാക്കൾ ഉണ്ടല്ലോ, കൂടിയാൽ ഇത്ര കുറഞ്ഞാൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ മത്തായി നൽകുക അത് മാന്യമായിട്ട് നൽകുക എന്നുള്ളതാണ്, അതേപോലെ കഴിവിനനുസരിച്ച് നൽകുക എന്നുള്ളതാണ് തെളിവുകൾ നമ്മളോട് പറയുന്നത്. കുട്ടികളുടെ സംരക്ഷണം ആരാ? കുട്ടികൾക്ക് ചിലവഴിക്കേണ്ടതും കൊടുക്കേണ്ടതും അത് ഈ വാപ്പാൻ്റെ ഇതല്ലേ. എന്തിനാണ് ഇദ്ദ പറഞ്ഞത്? ഇദ്ദ പറഞ്ഞിട്ട് ആണുങ്ങളോട് എണ്ണാൻ പറഞ്ഞത് എന്തിനാ? ഇവൾ ഗർഭിണിയാണോ എങ്കിൽ ആ ഗർഭിണിയാണ് എങ്കിൽ പിന്നെ ഗർഭകാലം പരിചരിക്കണം, കുട്ടിനെ പരിചരിക്കണം, കുട്ടി ആരുടേതെന്ന് നിർണ്ണയിക്കപ്പെടണം. എന്നിട്ട് അതിൻ്റെ തർബിയത്തും അതിൻ്റെ നഫഖത്തും ഒക്കെ ഈ ഭർത്താവിന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. സെയ്ദ് ബിൻ ഹാരിസ വിവാഹമോചനം നിർവഹിച്ചതിൽ പിന്നെ അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദത്തുപുത്രൻ്റെ മകളെ വിവാഹം കഴിച്ചു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിരിക്കുക, അങ്ങനെ കല്യാണം കഴിക്കുക, കപട വിശ്വാസികളുടെ പിന്നെ ഒരു ഇതുണ്ടല്ലോ വിരകൽ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരവും നടന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ അതിൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരൊക്കെ വിവാഹം കഴിക്കാം, എങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹമാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വിവാഹം ഏത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെയുള്ളവരുടെ വിവാഹത്തിൻ്റെ വിഷയം എന്ത്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വചനമാണ് ഈ ഒരു വചനം. ആളുകൾ അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, ചർച്ച ചെയ്ത് കുഴങ്ങണ്ട, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായൊരു ഗണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു പറഞ്ഞത്. ഇന്നവരെ കല്യാണം കഴിക്കാം, ഇന്നവരെ കല്യാണം കഴിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരിന്നൊന്നും കല്യാണം കഴിച്ചിട്ടുമില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇണകളായി സ്വീകരിക്കാനുള്ളവരെ പറഞ്ഞതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇവരിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്തല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിച്ച മേഖലകളാണ്, പക്ഷേ നിർബന്ധിച്ച മേഖലകളല്ല. അപ്പോൾ അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിക്കാൻ പോണത്, ആരൊക്കെയാണ് ഈ ഒരു വിഭാഗം ആളുകൾ എന്ന്. അപ്പോൾ ഇത് യാ അയ്യുഹൻ നബി, ഇത് എത്രാമത്തെ വിളിയാ? വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മളാണ്. അതിൽ കൂടുതൽ വിളി വന്നത് എവിടെയാണ്? സൂറത്തുൽ അഹ്സാബിലാണ്. ഇത് 4ാമത്തെ വിളിയാണ് അല്ലേ. യാ അയ്യുഹൻ നബി ആണ് തുടങ്ങി, പിന്നെ യാ അയ്യുഹൻ നബി പറഞ്ഞിട്ട് പിന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ പറഞ്ഞു. ഇപ്പോൾ യാ അയ്യുഹൻ നബി പറഞ്ഞിട്ട് ഇതാ നക്കാഹ് ഏതാ പറഞ്ഞ്, പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞല്ലേ. ഏതായാലും ഇത് 4ാമത്തെ വിളിയാണ് യാ അയ്യുഹൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ഇന്നാ അഹ്ലൽനാ ലക, ഇന്ന തീർച്ചയായും നാം, അഹ്ലൽന നാം താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, അഹ്ലൽന അനുവദനീയമാക്കിയിരിക്കുന്നു, അഹല്ല അനുവദിച്ചു, അഹല്ല അതിലേക്ക് നാം വന്നപ്പോൾ അഹ്ലൽന നാം അനുവദിച്ചു, ലക താങ്കൾക്ക്, അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുൻ, അസ്വാജക താങ്കളുടെ ഇണകൾ. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുണ്ട്. ഖദീജ റളിയല്ലാഹു തആല വഫാത്തായി, പക്ഷേ ആയിഷ റളിയല്ലാഹു തആലയുണ്ട്, സൗദയുണ്ട്, ഹഫ്സയുണ്ട്, ഉമ്മു സലമ, ഹിന്ദ് ബിൻത് അബി ഉമയ്യയുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഭാര്യമാരുണ്ട്. അപ്പോൾ ഇന്ന അഹ്ലൽനാ ലക താങ്കൾക്ക് നാം അനുവദിച്ചു, അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുൻ, അസ്വാജക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ സൗജുമാർ ഇണകൾ, സൗജ അസ്വാജ് ആണിനും പെണ്ണിനും പറയും. അസ്വാജക താങ്കളുടെ ഇണകൾ, അല്ലാത്തി എങ്ങനെയുള്ള ഇണകൾ, ആതൈത താങ്കൾ നൽകിയിരിക്കുന്നു, ആതൈത ആത്ത
ആത്തയുത്തന നൽകി. ആത്തൈത്ത താങ്കൾ നൽകിയിരിക്കുന്നു ഉജൂറഹുൻ അവരുടെ അജ്റുകൾ. ഉജൂർ ഉജൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മഹർ. ആത്തൈത്ത താങ്കൾ അവർക്ക് നൽകിയിരിക്കുന്നു ഉജൂറഹുൻ എന്ന് പറഞ്ഞാൽ മുഹൂറഹുൻ അവരുടെ മഹറുകൾ, അല്ലെങ്കിൽ സദുഖാത്ത്. സദക്ക എന്ന് പറയും മഹറിന്. ശരിക്കും അജറ് പറയൽ എന്തിനാ? അജറ് കൂലിയാണ്, പ്രതിഫലമാണ്. ആത്തൈത്ത ഉജൂറഹുന കൂലി ആയിരിക്കാം കൊടുക്കൽ? പണിയെടുത്തോൽക്കാണ് കൂലി കൊടുക്കുക. ഇവിടെ പണിയെടുത്തതിനുള്ള കൂലിയാ. ചില ആളുകൾ പിന്നെ ഭാര്യമാർക്ക് മഹർ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് പിന്നെ കൂലി എന്നുള്ളതിൽക്കാണ് അതിന് വിലയിരുത്തുക. പക്ഷേ മഹർ ഒരിക്കലും കൂലിയല്ല. കാരണം എന്താ? ഇവിടെ നമ്മൾ ഇതിന് തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞാൽ എന്താ? തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞാൽ വിവാഹ ഉടമ്പടി നടന്നിട്ട് അവരുമായി വീട് കൂടുന്നതിന് മുമ്പ് തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് പകുതി മഹർ കൊടുക്കണം എന്ന് പറഞ്ഞത്. പകുതി മഹർ കൊടുക്കാൻ പറഞ്ഞു. പറയുമ്പോൾ അവർ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടേ അല്ല, കല്യാണം ഉടമ്പടി നടന്നിട്ടേ ഉള്ളൂ. അപ്പം കൊടുക്കാൻ പറഞ്ഞു. എന്ത് കൊടുക്കാൻ പറഞ്ഞു? ഈ മഹറിൻ്റെ പകുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ അത് പകരം നൽകലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ലതൻ എന്നാണ് പറഞ്ഞത്. വആതുൻ നിസാ നിങ്ങൾ ഭാര്യമാർക്ക് നൽകണം സദഖാതിഹിന്ന അവരുടെ സദഖാത്ത്. അവിടെ സദഖാത്ത് എന്നാണ് മഹറുകൾ. നിഹ്ലതൻ എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമായിട്ട് അത് കൂലിയല്ല. നമ്മൾ പണ്ട് ചിലപ്പം ഇപ്പോഴൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് മഹർ അല്ലേ. പണ്ട് കാലങ്ങളിൽ മഹർ എന്ന് പറഞ്ഞെങ്കിൽ വളരെ പരിമിതമാണ്. ജീവിതകാലം മുഴുവൻ ഭാര്യയായിട്ട് വെച്ചുകൊണ്ട് എടുക്കുകയാണ്. അതെങ്ങനെ കൂലിയാവും? പകരം കൊടുക്കലാവും, പകരം നൽകല്ല. പിന്നെയോ അത് ഒരു ഹദിയയാണ്, സമ്മാനമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാതു നിസാ സദഖാതിഹിന്ന സ്ത്രീകൾക്ക് മഹർ നൽകണം നിഹ്ലതൻ സമ്മാനമായിട്ട്. അപ്പോൾ ഈ ഉജൂർ എന്നുള്ള ഇതിൻ്റെ അർത്ഥം ഇവിടെ കൂലി എന്നുള്ളതല്ല, പിന്നെ അവരുടെ മഹർ എന്നാണ്. അപ്പോൾ ആത്തൈത്ത താങ്കൾ നൽകിയിരിക്കുന്നു ഉജൂറഹുൻ അവരുടെ മഹറുകൾ. താങ്കൾ മഹറുകൾ നൽകിയതായ താങ്കളുടെ അസ്വാജിനെ താങ്കൾക്ക് നാം അനുവദിച്ചവരാണ്. ഇത് ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് അനുവദനീയത? ആളുകളല്ല, അത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി തിരഞ്ഞെടുത്ത് നിയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വകവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആളുകൾ ഇതില്ല വാചാലരാകേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണർത്തുകയാണ്. അപ്പോൾ താങ്കൾ മഹറുകൾ നൽകിയതായ താങ്കളുടെ ഇണകളെ താങ്കൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഭാര്യമാർക്കും മഹർ നൽകിയ എത്ര നൽകിയ നമ്മൾ ചില ക്ലാസ്സുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ ഭാര്യമാർക്കും മഹർ നൽകിയത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ അവർക്ക് മഹർ നൽകിയത് റസൂലുള്ളാഹിക്ക് വേണ്ടി വക്കീലാണ്. വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി ആരെ വക്കീൽ? എവിടെ വക്കീൽ എന്ന് പറഞ്ഞെങ്കിൽ പ്രതിനിധിയല്ല, പ്രതിനിധി പറയാം. പക്ഷെ വക്കാലത്തെ ഏൽപ്പിച്ച ആൾ ആരാ അവിടെ വക്കീൽ? ഏത് വ്യക്തിയാണ്? നജാഷി രാജാവാണ്. അതുകൊണ്ട് തന്നെ ആ മഹർ വളരെ രാജകീയമായ മഹറാണ്. ഉമ്മു ഹബീബക്കുള്ള മഹർ അത് 400 ദീനാറാണ്. 400 ദീനാർ എന്നുണ്ടെങ്കിൽ 4000 ദിർഹം. അന്നത്തെ 400 ദീനാർ സ്വർണ്ണ നാണയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാർക്കും മഹർ നൽകിയത് 12 ഊഖിയയും ഒരു നിശ്ശും എന്നാണ്. അല്ലെങ്കിൽ 12 ഊഖിയയും നിശ്ശും എന്ന് പറഞ്ഞെങ്കിൽ 500 ദിർഹം. ഒരു ഊഖിയ 40 ദിർഹമാണ്. ഒരു ഊഖിയ 40 ദിർഹം. അപ്പോൾ 12 ഊഖിയ 480, പിന്നെ ഒരു നിശ് എന്ന് പറഞ്ഞെങ്കിൽ 20 ദിർഹം. അതാണ് 500 ദിർഹം. 500 ദിർഹമാണ് എല്ലാ ഭാര്യമാർക്കും റസൂലുള്ളാഹിന്റെ മഹർ. അതിൽ സഫിയ റളിയല്ലാഹു തആല അൻഹയും ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയും അവർ ബന്ദികളാണ്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹ സഫിയ ബിന്തു ഹുയൈ അൽ ഖൈബരിയ അന്നദീരിയ അൽ ഇസ്രായേലിയ, അവർ ഇസ്രായേലി സ്ത്രീയാണ്. ബനു നദീർ ഗോത്രക്കാരിയാണ്. ഖൈബറിൽ നിന്നാണ് അവർ പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർ ഖൈബരിയ. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള മഹർ അവരെ മോചിപ്പിച്ചിട്ട് റസൂൽ അവർ വിവാഹം കഴിച്ചതാണ്. അതേപോലെ ജുവൈരിയ
ബിന്തുൽ ഹാരിസ് അൽ മുസ്തലഖിയയാണ്. ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്. ബനു മുസ്തലഖ് ഗോത്രം, ബനു മുസ്തലഖ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മക്കയുടെയും മദീനൻ്റെയും ഇടയിലുള്ള ഓരോ സ്ഥലങ്ങളാണ്. അവിടെയുള്ള ഗോത്രക്കാരാണ്. അത് ബനു മുസ്തലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുസാ ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ്. മക്കയോടടുത്ത് ഉള്ള ഗോത്രമാണ്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് ജുവൈരിയയെ അവരെ മോചിപ്പിച്ചിട്ടാണ്. കാരണം അവർ ബന്ദിയായി, അവർക്കുള്ള മോചനായിരുന്നു അവർക്കുള്ള മഹർ. ബാക്കിയുള്ളവരൊക്കെ റസൂൽ 500 ദിർഹം മഹർ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ആതൈത ഉജൂറഹുൻ, ആതൈത താങ്കൾ നൽകിയിരിക്കുന്നു. പിന്നെ സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവരുടെ മഹർ പൂർണ്ണമായി നൽകണം. അതാണ് ഏറ്റവും ഉത്തമം എന്നതിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരെയും വിവാഹം കഴിച്ചത് മഹർ പറഞ്ഞു വെച്ചിട്ടല്ല, പിന്നെയോ മഹർ നൽകിയിട്ടാണ്. നമ്മൾ പറഞ്ഞു നിക്കാഹു തഫ്വീദ് എന്നുള്ളതുണ്ട്. നിക്കാഹു തഫ്വീദ് എന്ന് പറഞ്ഞാൽ എന്താ? മഹർ പറയാതെ ഉള്ള നിക്കാഹാണ്. അല്ലെങ്കിൽ മഹർ ആ സമയത്ത് കൊടുക്കണില്ല, മഹർ പിന്നേക്ക്, അങ്ങനെ നിക്കാഹ് നടക്കും. പക്ഷേ ഏറ്റവും പൂർണ്ണത ഉണ്ടല്ലോ, എന്താണ്? മഹർ പൂർണ്ണമായിട്ട് നൽകിക്കൊണ്ടുള്ള നിക്കാഹാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആതൈത ഉജൂറഹുന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തങ്ങൾ നൽകി എന്നാണ് പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചപ്പോൾ മഹർ നൽകിയിട്ടല്ലല്ലോ കല്യാണം കഴിച്ചത്. പിന്നെ മഹർ 10 കൊല്ലം ഇനി ആടുകളെ നോക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് കല്യാണം നടന്നു. മഹർ പിന്നെ എങ്ങനെ ഗഡുക്കളായിട്ടാണ്. അങ്ങനെ അത് അനുവദനീയാണ്. താങ്കൾ അജ്റുകൾ എന്ന് പറഞ്ഞെങ്കിൽ മഹർ നൽകിയതായ താങ്കളുടെ ഇണകൾ നാം താങ്കൾക്ക് അവരെ അനുവദിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഗണം. പിന്നെ വമാ മലകത് യമീനുക് മിമ്മ അഫ അല്ലാഹു അലൈക്. വമാ മലകത് യമീനുക്, താങ്കളുടെ യമീൻ. യമീൻ എന്ന് പറഞ്ഞാൽ വലത് കൈ. യമീൻ എന്നുള്ളത് വലത് കൈയിന് ആലങ്കാരിക പ്രയോഗമാണത്, അല്ലേ? കൈയിനെന്താ പറയുക? യദ് എന്ന് പറയുക. പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടർന്ന് പറയുന്നത് വമാ മലകത് യമീനുക് മിമ്മ അഫ അല്ലാഹു അലൈക്. യമീനുക എന്ന് പറഞ്ഞാൽ താങ്കളുടെ യമീൻ എന്നാണ്. അൽ യദുൽ യുംന, വലത് കൈ. യമീൻ എന്ന് പറയുന്നത് വലത് കൈ, അനുഗ്രഹീതം എന്നർത്ഥം. നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്യാൻ ചില ധർമ്മങ്ങളുണ്ടല്ലോ, വലത് കൈയിൻ്റേതായ ധർമ്മങ്ങൾ. അതേപോലെ ഇടത് കൈയിൻ്റെ ധർമ്മങ്ങൾ. ഇപ്പോൾ താരതമ്യേന വലത് കൈ അനുഗ്രഹീതം എന്ന അർത്ഥത്തിൽ ആണ് യമീൻ അതിന് പേര് വന്നത്. യമീനുക, താങ്കളുടെ വലത് കൈ, മലക്കത്ത് ഉടമപ്പെടുത്തി. മാ മലക്കത്ത് യമീനുക, താങ്കളുടെ വലത് കൈ ഉടമപ്പെടുത്തിയത്, ഉടമപ്പെടുത്തിയത് ഏതിൽ നിന്ന്? മിമ്മ അഫ അല്ലാഹു അലൈക്, താങ്കൾക്ക് അള്ളാഹു ഫൈ ആയി നൽകിയതിൽ നിന്ന്. ഈ അഫ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് സൂറത്ത് ഹശറിലൊക്കെ. അഫ എന്ന് പറഞ്ഞാൽ ഈ ഫൈ ആയി നൽകിയത് എന്നാണ്. ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫൈ സ്വത്ത് എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഖനീമത്ത് അറിയുന്നത് എന്തിനാ? എളുപ്പമുണ്ട്. ഖനീമത്ത് യുദ്ധാർജിത സ്വത്തല്ലേ? യുദ്ധാർജിത സ്വത്തിനാണ് ഫൈ എന്ന് പറയാം. ഖനീമത്ത്, ഫൈ കൂടുതൽ പ്രയോഗിക്കൽ യുദ്ധമില്ലാതെ വന്ന സ്വത്തിനാണ്. ഇപ്പോൾ ഒരു വിഭാഗം അവർ യുദ്ധാർഹരാണ്, അപ്പോൾ അവരോട് യുദ്ധത്തിന് പോയി. പക്ഷെ അവിടെ യുദ്ധം നടക്കാതെ എന്ത് ചെയ്തു? അവർ കീഴ്പ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സ്വത്താണ് സാധാരണ ഫൈ. യുദ്ധത്തിൽ ലഭിക്കുന്ന സ്വത്താണ് ഖനീമത്ത്. പക്ഷെ രണ്ടും, ഈ ഖനീമത്തിനും എന്ത് പറയും? ഫൈ എന്ന് പറയും, വിരളായിട്ട്. ഇവിടെ ഉദ്ദേശം അതാണ്. മിമ്മ അഫ അല്ലാഹു അലൈക, അഫ അല്ലാഹു അലൈക, താങ്കൾക്ക് അല്ലാഹു ഫൈ ആക്കി തന്നതിൽ നിന്ന്, താങ്കളുടെ യമീൻ ഉടമപ്പെടുത്തിയതിനെയും അഹ്ലൽന ലക, താങ്കൾക്ക് നാം അനുവദിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫൈ സ്വത്തായി വന്ന മിൽക്കു യമീൻ. ആ മിൽക്കു യമീൻ ഭാര്യയാകുമ്പോൾ അതിന് സെരിയ എന്നാണ് പറയുക. സെരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മിൽക്കി യമീനിലൂടെ ഉള്ള ഭാര്യ സെരിയ. അപ്പോൾ ഇവിടെ അർത്ഥം വമാ മലക്കത്ത് യമീനുക, താങ്കളുടെ യമീൻ ഉടമപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെരിയ, അടിമസ്ത്രീ. ആ അടിമസ്ത്രീ മിമ്മ അഫ അല്ലാഹു അലൈക, താങ്കൾക്ക് അള്ളാഹു ഫൈ ആക്കി തന്നതിൽ നിന്നാണ്.
ഫൈ ആക്കി തന്നില്ല. ഫൈ ആക്കി തന്നു പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധം നടന്ന യുദ്ധത്തിലൂടെയാണല്ലോ ഈ ഇത് വരിക, അടിമകൾ വരിക. അപ്പോൾ അങ്ങനെ വന്ന അടിമ സ്ത്രീകളിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയ വിഹിതം അത് താങ്കൾക്ക് അനുവദനീയമാണ്. ഭാര്യമാരായിട്ട് അവരോടൊത്ത് ജീവിക്കാൻ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള ഭാര്യമാരുണ്ടായിരുന്നു. സഫിയ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിൽക്കി യമീനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ജുവൈരിയെയും അങ്ങനെ ഉപയോഗപ്പെടുത്തില്ല. അവർ വന്നത് അങ്ങനെയാണ്, യുദ്ധാർജിത സ്വത്തായിട്ടാണ് വന്നത്. സഫിയ അതേപോലെ തന്നെ ജുവൈരിയ, ഇവർ രണ്ടാളും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മോചിപ്പിച്ച് അവരെ കല്യാണം കഴിക്കുക ചെയ്തത്. സ്വതന്ത്ര സ്ത്രീകളായിട്ട് അവരെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മിൽക്കി യമീനല്ല ആര്? സഫിയയും അതേപോലെ ജുവൈരിയയും. മാരിയ റളിയല്ലാഹു തആല അൻഹ ശരിയാണ്, അവർ മിൽക്കി യമീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ മാരിയ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് മിൽക്കി യമീൻ. സരിയ ഇവർ ഖിബ്തിയാണ്. അവർ ഈ ഈജിപ്തിലെ അറിയപ്പെട്ട അടിസ്ഥാന വർഗമായ ഖിബ്തികൾപ്പെട്ടവരാണ് മാരിയ. അതുകൊണ്ടാണ് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്നത്. അത് ഏതോ പിന്നെ അങ്ങാടി മാർക്കറ്റിൽ വിൽക്കപ്പെട്ടൊരു സാധനമല്ലത്. മാരിയ അവർ ഖിബ്തികൾപ്പെട്ടവരാണ്. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ മിസ്റിലെ അടിസ്ഥാന വർഗ്ഗമാണ്. മിസ്റിൻ്റെ അന്നത്തെ ഇസ്കന്ദരിയയുടെ ഇസ്കന്ദരിയൻ ഭരണാധികാരികൾക്ക് പറഞ്ഞ മുഖൗഖീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി അയച്ച സമ്മാനമായിരുന്നു മാരിയ. അതേപോലെ തന്നെ സീരീൻ. മാരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശരിയായിട്ട് ജീവിത സഖിയായി സ്വീകരിച്ചു. സീരീനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നൽകി. ഹസ്സാൻ അവർ വിവാഹം കഴിച്ചു. ഹസ്സാൻ ബിൻ സാബിത്ത് റസൂലുള്ളാഹിൻ്റെ കവി. ഹസ്സാൻ സീരീൻ ദമ്പതികൾക്കാണ് അവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു സീരീൻ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഹസ്സാൻ എന്ന കുട്ടി ഉണ്ടായത്. മരിയൻ്റെ പൂർണ്ണ സഹോദരിയാണ് സീരീൻ. ഇവർ രണ്ടാളും സഹോദരിമാരാണ്. അന്നത്തെ മുഖൗഖീസ് നൽകിയ സമ്മാനമായിരുന്നു. റസൂലുള്ളാഹിക്ക് ദുൽദുൽ എന്ന് പറയുന്ന ബഗ്ലയും അതേപോലെ തന്നെ കുറേ തേനി ഇങ്ങനെ കുറേ വിഷയങ്ങളില്ല. പിന്നെ അതേപോലെ കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതിൽ പെട്ടതായിരുന്നു ഇത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിൽക്കി യമീനിൽ ഉണ്ടായ ഭാര്യയാണ് മാരിയ. പക്ഷെ അതെന്തല്ല, അത് മിമ്മ അഫ അല്ലാഹു അലൈക്ക് അല്ല അല്ലേ? ഇതെന്താ അല്ല പറഞ്ഞത്? മിമ്മ അഫ അല്ലാഹു അലൈക്ക്, താങ്കൾക്ക് യുദ്ധാർജിത സ്വത്തായി നൽകപ്പെട്ടതിൽ നിന്ന് ഉള്ള മിൽക്കി യമീൻ നിങ്ങൾക്ക് അനുവദനീയമെന്നാണ്. അങ്ങനെ മിൽക്കി യമീൻ പലത് വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിൽക്കി യമീൻ അതിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു പറയാണ് ഇന്നാ അഹ്ലൽനാ ലക്, തീർച്ചയായും താങ്കൾക്ക് നാം അനുവദിച്ചിരിക്കുന്നു എന്ത്? മാ മലക്കത്ത് യമീനുക മിമ്മ അഫ അല്ലാഹു അലൈക്ക്, താങ്കൾക്ക് ഫൈ ആയി നൽകിയ സ്വത്തിൽ നിന്ന്. മാരിയ അതിൽപ്പെട്ടതല്ല. പക്ഷെ മാരിയ അതിന് അതുപോലെയാണ്. കാരണം അന്ന് പിന്നെ മിസ്ർ ശത്രുരാജ്യമാണ് ഇസ്ലാമിൻ്റെ. മുഖൗഖീസ് മുസ്ലിമല്ല. മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അമുസ്ലിമിൻ്റെ സമ്മാനമായിരുന്നു മാരിയ. അത് നേരിട്ട് എന്തല്ല മിമ്മ അഫ അല്ലാഹു അലൈക്കല്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി. വമാ മലക്കത്ത് യമീനുക് മിമ്മ അഫ അല്ലാഹു അലൈക്ക്. മിൽക്കു യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതുപോലെ അടിമകളായിട്ടുള്ള സ്ത്രീകളാണ്. ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു മിൽക്കി യമീൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ സ്ത്രീയെ തൻ്റെ ജീവിത പങ്കാളിയാക്കാം. എങ്ങനെ പങ്കാളിയാക്കാം? ആ സ്ത്രീ ഒരു മറ്റൊരാളുടെ കയ്യിലായിരിക്കുകയാണ് ഇത് മിൽക്കി യമീനായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം പ്രസവിക്കാൻ കാത്തു നിൽക്കണം. അതില്ല എങ്കിൽ അവരുടെ യുദ്ധകാലം കഴിയണം. മിൽക്കി യമീനെന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങോട്ട് പാഞ്ഞു കയറാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ഉപയോഗിക്കാനോ പറ്റില്ല. പിന്നെ ആ സ്ത്രീയുടെ സമ്മതം, അവരുടെ തൃപ്തി പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജുവൈരിയ റളിയല്ലാഹു തആല വന്നു, സഫിയ റളിയല്ലാഹു തആല വന്നു. മിൽക്കി യമീനായിട്ടാണ് വന്നത്. പക്ഷേ റസൂലുള്ളാഹി അവരോട് സമ്മതം ചോദിച്ചു, അവരുടെ തൃപ്തി ആരാഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? അവരെ
മിൽക്കി യമീനാക്കിയിട്ട് സ്വീകരിക്കുന്നത്. അതും അവരുടെ യുദ്ധ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഈ ഇസ്ലാമിൽ മിൽക്കി യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമകളായിട്ടുള്ള സ്ത്രീകൾ, അവരെ യഥേഷ്ടം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ല. പിന്നെ അവരെ എന്ത് ചെയ്യണം, അവരുടെ സമ്മതം ചോദിച്ച്, ആ സമ്മതം ഉണ്ട് എങ്കിൽ, തൃപ്തി ഉണ്ട് എങ്കിൽ, അവരുടെ യുദ്ധകാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് ഗർഭിണികളാണ് എങ്കിൽ അത് പ്രസവിച്ചതിന് ശേഷം ആണെന്ത് അവരെ പിന്നെ മിൽക്കി യമീനാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതും വിവാഹത്തെ പോലെയാണ്. ഇപ്പോൾ ഈ മിൽക്കി യമീനിന് വേറെ സഹോദരൻ ഉണ്ട് നോക്കുക. ഒരു മിൽക്കി യമീനെ സ്വീകരിച്ചു, അതിനൊരു സഹോദരൻ ഉണ്ട് എങ്കിൽ അതിനെ സ്വീകരിക്കാൻ പറ്റില്ല മിൽക്കി യമീനായിട്ട്. അല്ലേ, രണ്ടാലൊന്നേ പറ്റുള്ളൂ. കാരണം 2 സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കാൻ പറ്റില്ല. അത് മിൽക്കി യമീനും ബാധകമാണ്. ഇനി ഈ മിൽക്കി യമീൻ്റെ ഉമ്മ, ഈ മിൽക്കി യമീൻ്റെ മകളുണ്ട് നോക്കുക. ഒരാൾ ഒരു മിൽക്കി യമീനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഉമ്മനെ പിന്നെ സ്വീകരിക്കാൻ പറ്റില്ല, അത് ഉമ്മയാണ്. ഇവളെ മകളുണ്ടെങ്കിൽ ആ മകളെ സ്വീകരിക്കാൻ പറ്റില്ല, അത് ഇയാളുടെ മകളാണ്. അപ്പം മിൽക്കി യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് ഭാര്യയെ പോലെയാണ്. പക്ഷേ സ്വതന്ത്ര സ്ത്രീയെ പോലെയാണ്. സ്വതന്ത്ര സ്ത്രീയെ എന്തുണ്ട്, നിക്കാഹ് കഴിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട്. മിൽക്കി യമീനെ നിക്കാഹ് ചെയ്തിട്ട് ഭാര്യയാക്കുമ്പോൾ അതിന് വേറെ രീതിയുണ്ട്. അത് വ്യത്യാസമുള്ളൂ. ഇനി വബനാത്തി അമ്മിക്, വബനാത്തി അമ്മാത്തിക്, വബനാത്തി ഖാലിക്, വബനാത്തി ഖാലാത്തിക്. എന്താ വബനാത്തി അമ്മിക്? ഇസ്ലാം മതങ്ങളോട് പറയാണ് വബനാത്തി അമ്മിക, താങ്കളുടെ അമ്മിൻ്റെ പെൺമക്കൾ. അമ്മാരാ? ആരാ? എളാപ്പ? അമ്മാനെ എളാപ്പിയും പെട്ടു, മൂത്താപ്പിയും പെട്ടു. ബാപ്പാൻ്റെ സഹോദരങ്ങൾ അമ്മ. വബനാത്തി അമ്മിക, താങ്കളുടെ അമ്മിൻ്റെ പെൺമക്കൾ. ആരുടെ അമ്മിൻ്റെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മിൻ്റെ പെൺമക്കൾ. അവരെയും ഇന്ന അഹ്ലൽനാലൊക്കെ എന്നാണ്, നാം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മ എത്ര ഉണ്ട്? എത്ര അമ്മുണ്ട്? 3. അതിക്ക് നമുക്കൊരു 10 കൂടി ചേർക്കാം. റസൂലുള്ളാഹിക്ക് ഒരമ്മ ഹാരിസ്, പിന്നെ അബൂ താലിബിൻ്റെ പേര് അബ്ദു മനാഫാണ്. പിന്നെ സുബൈർ, പിന്നെ അബ്ദുൽ കാബ, പിന്നെ അൽ മുഗീറ, ഹിജിൽ എന്നും പറയാം, അൽ അബ്ബാസ്, ദിറാർ, ഹംസ. ഇല്ല കേട്ടോ, ക്രമം തെറ്റിപ്പോയി. ഹംസ, നാട്ടിലൊരു മുഖവ്വീം ഉണ്ട്, അൽ മുഖവ്വീം, അബൂ ലഹബ്, ലഹബിൻ്റെ പേര് അബ്ദുൽ ഉസ്സ, പിന്നെ അൽ ഗൈദാഖ്, ഫൈമായ, കുസും. 12 അമ്മമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിൽ ബനാത്തു അമ്മിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മിൻ്റേതല്ല, അമ്മ എന്നുള്ളത് അമ്മമാരാണ്. അത് എന്തുകൊണ്ട് പറയാം? ഇതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മമാരാണത്. ഈ അമ്മിൽ പെൺമക്കളുണ്ട്, ഇവരിൽ പെൺമക്കളുണ്ട്. ഉദാഹരണത്തിന് അബ്ബാസിന് സഫിയ, ഉമ്മു ഹബീബ, ആമിന, അദ്ദേഹത്തെ അബ്ബാസിൻ്റെ പെൺമക്കളാണ്. അതേപോലെ സുബൈറിന് ദുബാ, ഉമ്മുൽ ഹക്കം പെൺമക്കളാണ്. അബൂ താലിബിന് ജുമാന, ഫാഖിത, ഫാഖിത്തയാണ് ഉമ്മുഹാനി അറിയപ്പെട്ട മഹദിയാണ് ഉമ്മുഹാനി. പിന്നെ അബൂ ലഹബിന് ദുറ എന്ന് പറഞ്ഞിട്ട് മകളുണ്ട്. നമ്മൾ പെൺമക്കളാണ് പറയുന്നത് കേട്ടോ, കാരണം വബനാത്തു അമ്മിക്കാണ്, അമ്മിൻ്റെ പെൺമക്കളാണ്. ഇവരാണ് ഹംസക്ക് ഉമാറ, ഹംസക്ക് റളിയല്ലാഹു തആല അൻഹു ഉമാറ. ഇവരാണ് ആ പെൺമക്കൾ. ഈ പറയപ്പെട്ട പെൺമക്കൾ ഇതാണ്: അബൂ താലിബിൻ്റെ ഫാഖിത, ജുമാന, സുബൈറിൻ്റെ ദുബാ, ഉമ്മുൽ ഹക്കം, അബ്ബാസിന് ഉമ്മു ഹബീബ, ആമിന, സഫിയ റളിയല്ലാഹു അൻഹു, ഹംസക്ക് ഉമാറ, അബൂ ലഹബിൽ ദുറ. ഇവരാണ് ഈ ബനാത്തി അമ്മിക്. ഇതിൻ്റെ വിഷയങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്.